നിനക്ക് ഞാൻ കോഴിയായിട്ട് തോന്നിയിട്ടുണ്ട്. മിണ്ടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും തോന്നി നിനക്ക്? മിണ്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്നോട് എപ്പോഴും ഇങ്ങനെ വരട്ടെ കാണട്ടെ എന്നൊക്കെ മീറ്റ് ചെയ്യണമെന്ന് ഭയങ്കര, അതായത് എനിക്ക് ഞാൻ സഞ്ജുവിന്റെ വീഡിയോ ആദ്യം കാണാൻ തുടങ്ങി ഇവിടെ കാണാൻ വേണ്ടിട്ട് കേട്ടോ. എന്റെ എക്സിന്റെ ഒരു ചെറിയ മോശപ്പൊക്കെ ഉണ്ട് എനിക്ക്, അവളെ പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഇവന് വെറും കോഴി എന്ന് പറഞ്ഞാൽ പോരാ, പലതരം കോഴികൾ നമ്മുടെ നാട്ടിലുണ്ട്. നാടൻ കോഴി, പെടക്കോഴി, പിന്നെ വേറെ എന്തൊക്കെ കോഴികളുണ്ടല്ലോ, പിന്നെ മറ്റേ സിൽക്കി കോഴി, കൊച്ചിമ്പപ്പ് കോഴി, ബൂട്ടസ് ബാൻഡ കോഴി, പല 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 വെറൈറ്റി ടൈപ്പ് കോഴിയുണ്ട്. പക്ഷെ ഇവൻ കാട്ടുകോഴിയാണ്. കാട്ടുകോഴി എന്നും പറയാൻ പറ്റില്ല, അതിൻ്റെ അപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്വയർ ഇട്ട് മുകളിൽ സ്ക്വയർ ഇട്ട് എഴുതാൻ പറ്റിയ കോഴിയാണ് നമ്മുടെ വിജയ മച്ചാൻ അല്ലേ. വിജയ മച്ചാൻ എന്ന് പറയുന്ന ആളുടെ കുറേ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ മച്ച എന്ന് പറഞ്ഞിട്ട് വഴി കാണുന്ന പെമ്പിള്ളേരെല്ലാം പോയി എന്തോ ഒലിപ്പിച്ച് ഇറക്കാറുണ്ട്. ഓക്കെ ഫൈൻ, കണ്ടന്റ് രീതി പോട്ടെ ഫൈൻ. പക്ഷേ അവിടെ എന്തോ ഒരു ഞാൻ സ്ക്രിപ്റ്റ് അല്ല ചെയ്യുന്ന എന്നുള്ളൊരു രീതിയിൽ വിജയ മച്ചാൻ പറയാറുണ്ട്. പക്ഷേ കാലക്രമേണ എനിക്കതങ്ങനെ ഫീൽ ചെയ്യാറില്ല. പിന്നെ ഇനി എവിടെന്നെങ്കിലും അടി കിട്ടിയിട്ടുണ്ടോ എന്നും അറിയില്ല, എനിക്ക് ആ വീഡിയോയിൽ വരത്തില്ലല്ലോ, സ്വാഭാവികം. ഇതുപോലെ പോയി കാണിക്കുമ്പോൾ അടി കിട്ടിയിട്ടുണ്ടോന്നും അറിയില്ല. പിന്നെ സ്ക്രിപ്റ്റ് അല്ല എന്നുള്ളൊരു രീതിയിൽ വരുമ്പോൾ എനിക്കത് പേഴ്സണലി യോജിപ്പില്ല, കാരണം കള്ളന കാട്ടുകോഴി. അപ്പം നമ്മുടെ നന്നൂസിനെ എല്ലാവർക്കും അറിയാമല്ലോ, ഈ പറയുന്ന സഞ്ജു ടെക്കിയുടെ ഇപ്പോഴത്തെ ആള്. എക്സ് ആണ് നീതു, നൗ നന്നൂസ്. അപ്പം നന്നൂസ് ഇവനും കൂടി പഴയൊരു റീലുണ്ട്. ഞാൻ ആ റീലൊന്നും ഇവിടെ കൊടുക്കാം. 2 റീലുണ്ട്, അതിനുശേഷം ഒരു വ്ളോഗുണ്ട്. എൻ്റെ മോനെ, എൻ്റെ മച്ച, നീ മച്ചനല്ലടാ മരുമച്ചാനാണ്. നോക്കാം. എന്റെ മച്ച, ഞാനിങ്ങനെ ഒരു ഹോട്ടലിന്റെ വർക്കിന് വന്നാണ്, ഒരു കിട്ടിക്കാച്ച് വെച്ച് നമ്മുടെ വണ്ടിയെ ചാടിയിരിക്കുന്നു. പോയി ഇങ്ങോട്ട് നോക്കാം. ഓക്കെ, ബൈക്ക് എന്റെ ആയിരുന്നു, പോവാനായിരുന്നു. കുഴപ്പമില്ല. എന്താ പേര്? വിജയ്. നന്നൂസാ, നല്ല പേര്, വെറൈറ്റി ആണല്ലോ. എവിടെ പ്ലേസ് വരില്ല? കോട്ടയംകാരി അച്ചായത്തി. ഒരു കാര്യം ചോദിച്ചോട്ടെ, പെട്ടെന്ന് പോകുന്നുണ്ട് വിളിച്ചാ, ഞാൻ ഒരു റൈഡ് വിളിച്ചാ, താൻ ഇഷ്ടപ്പെട്ട വണ്ടിയല്ലേ, ഒരു റൈഡിന് വിളിച്ചാൽ വരുമോ? ജസ്റ്റ് ഒരു റൈഡ്. ഇങ്ങനെയൊക്കെ വിളിച്ച പെമ്പിള്ളേർ റൈഡിന് വരും. ക്യാമറ കൊണ്ടുപോയിട്ട് ഇങ്ങനെ എൻ്റെ മച്ച ഞാൻ ഒറ്റതാണ് ഇങ്ങനെ ഇടിയും കൊടുത്തിട്ട് വിളിച്ച പെമ്പിള്ളേരെ വരും. എങ്കിൽ നാളെ മുതൽ ഈ പരിപാടി നിർത്തി, ഈ റിയാക്ഷൻ നിർത്തി ഇറങ്ങുക, ക്യാമറ എടുത്ത് വെളിയിലോട്ട് ബൈക്കും എടുത്ത് ഇറങ്ങുക. കൊള്ളാലോ പരിപാടി. സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നത്തേ ഇല്ല, ഒട്ടും തോന്നത്തില്ല. ഇങ്ങനെ വരുവാടെ, ഇനി ഇങ്ങോട്ട് വന്നാലാ ഇറങ്ങി നോക്കായിരുന്നല്ലേ? നോക്കാം. എന്തായാലും ഇതേ തുടർന്ന് നമ്മുടെ വിജയ മച്ചാൻ വീണ്ടും നന്നൂസായിട്ട് മറ്റൊരു റീലടിച്ച്. എന്തായാലും കോഴിത്തനം സ്വന്തമാക്കിയ സ്ഥിതിക്ക് വിജയ മച്ചാൻ മറ്റൊരു റീലും കൂടി അടിക്കാൻ നന്നൂസിനത്തേക്ക് തേടിപ്പോയി. നമുക്ക് ആ റീലോ നോക്കാം. സിംഹംഡ. ഓക്കെ, ആക്ടിങ് ആയിക്കോട്ടെ. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞില്ല, മറ്റേതുമായി സ്ക്രിപ്റ്റ് ചെയ്തതാവണം, ചുമ്മാ ആൾക്കാരെ പറ്റി എന്തുവനാടേ പറ്റിക്കുന്നത്. എന്തായാലും വിജയ മച്ചാൻ ആയതുകൊണ്ട് കോഴിത്തനം ഞാൻ വിടത്തില്ല. എനിക്കിങ്ങനെ കോഴിത്തനത്തിലൂടെ പറ്റുള്ളൂ. കാണുന്ന എല്ലാ പെമ്പിള്ളാരെയും പ്രപ്പോസ് ചെയ്യുന്നു, കാര്യങ്ങൾ നടക്കുന്നു, അതിലേതെങ്കിലും കൊളുത്തിയാലോ എന്നുള്ള മൈൻഡ് സെറ്റിൽ നമ്മൾ നടക്കണ്, ലൈറ്റും എടുത്ത് വെച്ചിരിക്കുന്നു, ഒന്നും സെറ്റ് ആവണില്ല. നോക്കാം. അപ്പോൾ വിജയ മച്ചാൻ എന്തായാലും നന്നൂസിനെ വളയ്ക്കാനായിട്ട് നേരെ കൂടുകയും പെട്ടിയും കിടക്കെ ഇടുന്നുണ്ട് നന്നൂസിൻ്റെ ഫ്ലാറ്റിലോട്ട് വിട്ട്. നമുക്ക് നോക്കാം വ്ളോഗ്. നമ്മൾ നേരെ ഇപ്പോൾ ഇവിടുന്ന് മാന്നാറിന് നേരെ നമ്മൾ കോട്ടയം പോകുന്നു. അവിടുന്ന് നന്നൂനെ പിക്ക് ചെയ്യണം. അപ്പം അവളെ ഒന്ന് വൈബാക്കുക, അതാണ് ഉദ്ദേശം. അതായത് സൂപ്പർ വൈബാക്കാൻ പോവുകയാണ്. കൂടുക എടുത്തോണ്ട് കോട്ടയത്തോട്ട്. പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് കാലം, ഇങ്ങനെയാണ് വിഷയം. വൈബാക്കാൻ പോവുക. വൈബാവോ? കോപ്പാവും ബാക്കിയൊക്കെ. കൊള്ളാലോ. നമ്മൾ ഒത്തുചേർന്ന് നിൽക്കുന്ന സ്ഥലം ഇതാണല്ലേ. കൊള്ളാലോ ഇവിടെ നിന്ന് നിൽക്കാറ്. ആ ഫ്ലാറ്റിലാരോ ഉള്ളേ?
കണ്ടില്ലേ കുടിക്കരുതെന്ന്, അതായത് അവള് കുടിച്ചതിന്റെ ബാക്കി ഞാൻ കുടിച്ചാൽ മതി എന്നാണ് അവള് പറഞ്ഞത്. ചരിത്രം. ഓക്കെ എന്നാ ഓ ഞാൻ കൊടുത്തോളാം, കുഴപ്പമില്ല. കിട്ടിയില്ലേ? കുടിക്കേ കുടിക്കേ. കുടിച്ചേക്ക് കിട്ടേനെ. ഏതാ മച്ച, നിനക്ക് സെറ്റ് ആയില്ലല്ലോ മച്ച. പക്ഷെ നിന്റെ വൈബോട്ട് അങ്ങോട്ട് കണക്ട് ആവാതെ നമ്മുടെ നന്നൂസ് സെറ്റായത് നമ്മുടെ സഞ്ജുവിനായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. പെൺപിള്ളേർക്ക് അവരുടേതായ ഓരോ ആഗ്രഹങ്ങൾ കാണല്ലേ. നിന്റെ ഇത് ഈ ഇത്രയും കോഴിത്തനം കൊണ്ടുപോയ നന്നൂസ് റിജക്ട് ചെയ്തതിൽ ഒരു കാര്യമില്ല. എന്തായാലും അവിടെ പരിപാടി അവതരിപ്പിച്ച് ഈ വൈബ് നന്നൂസിന് വൈബ് സെറ്റായില്ല. നിന്റെ കൂടെ ഉള്ളത് നന്നൂസിന് സെറ്റായ സഞ്ജുവായിട്ടാണ്. അപ്പോൾ സഞ്ജുവായിട്ട് വൈബ് സെറ്റായാൽ പിന്നെ എന്താ അവിടെ സംഭവിക്കുന്നത്? മിച്ചം വരുന്ന ഒരാളുണ്ട്, നീതു. അപ്പം നീതു സഞ്ജുവിൻ്റെ എക്സ് ആണല്ലോ. സഞ്ജുവും നന്നൂസും വൈബ് സെറ്റാകുമ്പം ഒരാൾ ബാക്കി വരുമല്ലോ. ആ ആളാണ് ഈ പറയുന്ന നീതു. അപ്പം നീതു എന്തായാലും ഒറ്റയ്ക്കായ സ്ഥിതിക്ക് നമ്മുടെ മച്ച എന്ത് ചെയ്തു? എന്തായാലും അത് കിട്ടിയില്ല, ഇതെങ്കിലും ഓടട്ടെ എന്നോ നിങ്ങൾ ഇതിൻ്റെ പിറകെ പോയി വാലുവാട്ടിയായിട്ട്. നമുക്കത് നോക്കാം. തൊലിക്കട്ടി അപാരം മിസ്റ്റർ വിജയ് മച്ച. അതും ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് കോഴിത്തനവും കാണിക്കാനുള്ള തൊലിക്കട്ടി നല്ല കട്ടിത്തൊലിയാണ്. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ അല്ലേ, നമുക്ക് വളരെ നമുക്കൊരു ബഹുമാനമൊക്കെ ഉള്ള ഓരോ ആൾക്കാരോട്, ബഹുമാനം ഒരു ഇഷ്ടവും ബഹുമാനമൊക്കെ ഉള്ള ആൾക്കാരോട് അല്ലേ, കറക്റ്റ് അല്ലേ? അങ്ങനെ ഉള്ളവരോട് നമുക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. കൊടുക്കാം അല്ലേ? കൊടുക്കാം. ഓക്കെ, അപ്പൊ ആള് വരട്ടെ. ചിലപ്പം വരും, ചിലപ്പം വരത്തില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തുവാ ഇത്? ആർട്ടിസ്റ്റ് ബേബി ഇത്ര ചട്ടിയായിരുന്നോ? എന്ത് ഓട്ടമായിരുന്നു? എനിക്ക് ഓടണ്ടേ, പിന്നെ തിരക്ക് സമയമില്ല. ബിസി എന്താണ് ബിസി കുട്ടി? എന്താണ് ബിസി? എന്താണ്? എനിക്ക് വർക്കുണ്ട്. ഇനിയിപ്പോ പോവാണോ ഇനി പെട്ടെന്ന്? ഇല്ല, നാളെ പോത്തുള്ളൂ. അല്ലെ വീട്ടിലേക്ക് പോവാണോ ഇപ്പം? ഇല്ല. പിന്നെ എന്തെങ്കിലും വിശേഷം? ലൈഫൊക്കെ ഭയങ്കര ഹാപ്പിയാണെന്ന് കേട്ടല്ലോ ഇപ്പൊ. പിന്നല്ല, കണ്ട എന്നെ അറിയത്തില്ല ഹാപ്പി ആണെന്ന്. നമ്മൾ ആദ്യമായിട്ടാണോ? ഹാപ്പിയാ, ഫുൾ ഹാപ്പിയാ. കുറെ കാലം കൊണ്ട് ഞാൻ കാണുന്ന ഈ ഹാപ്പിനെസ്. നന്നായിരിക്കട്ടെ, ഹാപ്പി ആയിട്ടിരിക്കുക. പക്ഷെ എൻ്റെ പൊന്നും മച്ച, നീ ഗ്യാപ്പിൽ ഗോളടിക്കാൻ നീ അപാരം തന്നെ. എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കണം? പഠിപ്പിച്ചാലേ ട്രിക്ക്. അസൂയോടാ എനിക്ക് സത്യം ഉള്ള കാര്യം. അസൂയോട്ടാ പറയണത്. കുറെ കാലമായി ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരിക്കണം. നാളെ പോലെ ഞാനും ഇറങ്ങാൻ പോകണം. എല്ലാം എടുത്തും കൊണ്ട് പറക്കി കൂടും എടുത്തോണ്ട് ബൈക്കും എടുത്ത് പോകാൻ പോകണം. ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. എവിടെയല്ലേ ഞാൻ എന്ത് കൊടുക്കും ഞാൻ? എന്ത് കൊടുക്കുന്നത്? കൊടുക്കും ഞാൻ. ഇങ്ങനെ നാളെ കെടുത്തരുത്. ബ്രോ സുഖല്ലേ? ഇത് ഫ്രണ്ട്ഷിപ്പ് ആണ് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കില്ല. എന്നാ പിടിച്ചോ നീ, നിനക്ക് വേണ്ടി. നമ്മളാരും ഒന്നും വിചാരിക്കില്ല, നീ ഒന്നും വിചാരിക്കാതിരുന്നാ മതി. നന്നൂസിന്റെ നമുക്ക് മാഞ്ചോ പോയില്ല, അവൾക്ക് വൈബ് സെറ്റാതെ അവളെ വേറെ വൈബിലോട്ട് പോയി. അവിടെ മിച്ചം വന്ന് തന്നെ എടുക്കാൻ അടുത്ത് നീ. അവള് രണ്ടുപേരും കൂടി ആയപ്പോൾ ഒരാൾ വെട്ടിപ്പോയല്ലോ, നീ അടുത്ത്. കൊള്ളാം വിജയ മച്ച. ഇത് നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. ഇതിന്റെ തൊലിക്കെട്ടി വേറെ ആർക്കും ഇല്ല. കാണ്ടാമൃഗത്തിന് പോലും ഇത്രയും തൊലിക്കെട്ടിയില്ല. നോക്കാം. മറ്റുള്ളവർ കൊടുക്കുന്നതെന്നല്ല, ഇത് ഫ്രണ്ട്ഷിപ്പ് രീതിയിലാണ്. എന്തേ കൊണ്ട് കളയരുത്. ആദ്യമായിട്ട് കൊടുക്കുന്ന സാധനമാണ് ഇത്. ഉണങ്ങി അല്ലേടാ ഇതിന്റെ റോസാപ്പൂ വേണ്ട, അത്രേ ആവത്തില്ല അല്ലേ? ആവൂല. പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖം? അമ്മയ്ക്ക് സുഖം? ബീജമച്ചനെ കുറിച്ച് എന്താ അഭിപ്രായം? എല്ലാവർക്കും സുഖം. എങ്ങനെയാടാ പറയൂ മിസ്റ്റർ വിജയ് മച്ചാൻ, ഇതെങ്ങനെ? ഞാൻ കോഴിയായിട്ട് എനിക്ക് പണ്ട് തോന്നിയിട്ടുണ്ട്. പണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ഇച്ചിരി ഉള്ളൂ ഒന്ന് മിണ്ടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും തോന്നി എനിക്ക്? മിണ്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്നോട് എപ്പോഴും ഇങ്ങനെ വരട്ടെ കാണട്ടെ എന്നൊക്കെ ചോദിക്കും. മീറ്റ് ചെയ്യണമെന്ന് ഭയങ്കര, അതായത് എനിക്ക് ഞാൻ സഞ്ജുവിന്റെ വീഡിയോ ആദ്യം കാണാൻ തുടങ്ങി ഇവിടെ കാണാൻ വേണ്ടി കേട്ടോ. എന്റെ എക്സിന്റെ ഒരു ചെറിയ മോശപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഫോട്ടോ അയച്ചു തന്നില്ല. കറക്റ്റ് അല്ലേ? നിന്നെ പോലെ തന്നെയല്ലേ? അവളെ പോലെയൊക്കെ ഉണ്ടായിരുന്നു. കോഴിയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ കാട്ടുകോഴി. എന്തായാലും ബീജാ മച്ച, എങ്ങനെ എൻ്റെ മച്ച ഇതൊക്കെ സാധിക്കുന്നു? എന്താ ഇവിടെ നടക്കുന്നത്? ഞാൻ വേറൊരു കാര്യം പേഴ്സണലായിട്ടൊരു അഡ്വൈസ് ചെയ്യാം. നിങ്ങൾ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യുന്നുണ്ടെങ്കിലും റിലേഷനിലാവുന്നുണ്ടെങ്കിലും
ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടരുത് കേട്ടോ. അത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ. അതിനു മുമ്പേ ഒരു സോഷ്യൽ മീഡിയയിൽ റിലേഷനിലായിരിക്കുമ്പോൾ അതുകൊണ്ട് വെളിപ്പെടുത്തുകയോ നാട്ടുകാരെ കാണിക്കുകയോ ചെയ്യരുത്. കാരണം ഈ കാണുന്ന നാട്ടുകാരൊന്നും മറക്കത്തില്ല. ദയവ് ചെയ്ത് അടുത്ത് നിങ്ങൾ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും. ബ്രേക്കപ്പോ എന്തെങ്കിലുമൊക്കെ ആയി നിങ്ങൾ ആരെയൊക്കെ വേണോ പ്രേമിക്കുക, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ ആരൊക്കെ റിലേഷൻ ആയാലും സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടാതിരിക്കുക മാക്സിമം. മനസ്സിലായോ? ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചളവും കുളമാണ്. ബ്രേക്കപ്പ് ആയാൽ പിന്നെ നാറി നത്തം കൊട്ടും. ആ പരിപാടിയിലോട്ട് എത്തും. അതുകൊണ്ട് എൻ്റെ പിന്നെ അത് ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞു പോയപ്പോൾ എൻ്റെ ഒരു തത്വം ഇടയ്ക്കൂടി കയറ്റി വിട്ടതാണ്. പക്ഷെ വീജാൻ വെച്ചാനായി ഇങ്ങനെയാണ് ഈ കോഴിത്തരമൊക്കെ കാണിക്കുന്നത്. സങ്കടവും ഉണ്ട്, സഹതാപവും ഉണ്ട്. കിട്ടാത്ത മുന്തിരി പൊളിക്കും അല്ലേടെ വിജയ്. ശരിയെ നന്നായിരിക്കണം അച്ഛാ ഇരിക്കും.